Hello guys, welcome back to my channel. In April 18, ഞാൻ നാട്ടിൽ പോയി വരാമെന്ന് വിചാരിച്ചു. പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായിട്ടോ നാട്ടിൽ പോകാമെന്ന്. ചായൊന്നുമില്ല, ഞാൻ മാത്രമാണ് പോകുന്നത്. അപ്പം അതും വീട്ടിൽ ആരോടും പറഞ്ഞിട്ടില്ല, എൻ്റെ ചേട്ടന് മാത്രം അറിയാം. ഇപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ ഞാൻ സേഫ്ലി നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നതിൻ്റെ ക്ഷീണത്തിൻ്റെയാണ് എൻ്റെ സൗണ്ടൊക്കെ ആകെ പോയി കിടക്കുവാണ്. വെയിലും നീരിറക്കവും ഒക്കെ കാരണം എൻ്റെ സൗണ്ടും ചെറുതായിട്ടൊരു ജലദോഷമൊക്കെ ഉണ്ടായി. അതിൻ്റെ ആട്ടോ എൻ്റെ സൗണ്ടിൻ്റെ ഒരു പ്രശ്നം. നമുക്ക് മോർണിംഗ് ഫ്ലൈറ്റ് ആയിരുന്നു കേട്ടോ. 9:20 നമ്മുടെ ഫ്ലൈറ്റ് വന്നിട്ട് നമ്മൾ വെളുപ്പിന് ഒരു 4:30 ആയപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഹീത്രൂ എയർപോർട്ടിലായിരുന്നു കേട്ടോ നമ്മുടെ ഫ്ലൈറ്റ് വന്നിട്ട്. എൻ്റെ കൂടെ അനു ഉണ്ട്, എൻ്റെ വീട്ടിൽ തന്നെ ഉള്ള കുട്ടിയാട്ടോ. അവൾ കൊച്ചിയിലോട്ടാണ് പോകുന്നത്, ഞാൻ കോഴിക്കോട്ടേക്കും. അങ്ങനെ ഇച്ചായി നമ്മളെ അവിടെ ഡ്രോപ്പൊക്കെ ചെയ്ത് എനിക്ക് ആകെ ഉണ്ടായിരുന്ന സങ്കടം എൻ്റെ ഇച്ചായിനെ ഇട്ടിട്ട് പോകുക എന്നുള്ളതാണ്. ഞാൻ ഭയങ്കരമായിട്ട് ഇച്ചായനിൽ അങ്ങ് ഡിപ്പെൻഡ് ആയതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു കേട്ടോ. നമ്മളങ്ങനെ ഫിനാൻഷ്യൽ ഡിപ്പെൻഡ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, എന്തോ ഇമോഷണലി ഞാൻ ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് ആണ് ഇച്ചായുമായി എന്ന് വിചാരിച്ചിട്ട് എപ്പോഴും ഞങ്ങൾ തേനും ചക്കരയൊന്നും അല്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നല്ല വഴക്കുണ്ടാവാറുണ്ട്. ആ വഴക്ക് കണ്ടാൽ തോന്നും ഞങ്ങൾ പിന്നെ പാച്ചപ്പ് ആവൂലെന്ന്. പക്ഷെ 2 സെക്കൻഡ് കഴിഞ്ഞാൽ ദാ വരുന്ന ആൾ നമ്മൾ നോർമലാകും. അപ്പോൾ എനിക്ക് അങ്ങനെയൊക്കെ ഇട്ടിട്ട് വരാൻ എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. എന്തായാലും ഇച്ചായി തന്നെ പറഞ്ഞു, സാരമില്ല, നീ നാട്ടിൽ പോയിട്ട് പപ്പേനൊക്കെ കണ്ട് അവരുടെ കൂടെയൊക്കെ നിന്ന് അടിച്ചു പൊളിച്ചിട്ട് വാ, ആകെ ഒരു 3 ആഴ്ചൻ്റെ കാര്യമല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് സമാധാനപ്പെട്ടു. ഈ ജോലിയുടെ ഒക്കെ തിരക്കൊക്കെ ഒന്ന് ഒഴിഞ്ഞൊന്ന് റിലാക്സ് ആയിട്ട് പോകുക എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഹാപ്പിയാണ് ഞാൻ. പക്ഷെ ആകെ ഒരു സങ്കടം ഇച്ചായി കൂടെ ഇല്ലാത്തതിൻ്റെ സങ്കടം കേട്ടോ. എന്നാലും ഞങ്ങൾ ബോർഡിങ്ങും ചെക്കിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഗേറ്റ് വന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം 8:50 ഗേറ്റ് കാണിക്കുള്ളായിരുന്നു. അപ്പോൾ ആ ഗ്യാപ്പിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് പോയിട്ട് പ്രെറ്റിന്ന് ചെറിയൊരു സ്നാക്ക് പോലെ കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം വെളുപ്പിന് വീട്ടിൽ നിന്ന് ഇറങ്ങിയതല്ലേ. അപ്പോൾ ഫ്ലൈറ്റിന് ഇനി എപ്പോൾ ഫുഡ് കിട്ടാനാണ്, അതുകൊണ്ട് ഞങ്ങൾ ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ വന്ന് ചെറിയൊരു യോഗേർട്ടിൻ്റെ ഒരു ഇതും ചെറിയ സ്മൂത്തിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മേടിച്ച ഈ യോഗേർട്ടിൻ്റെ ഇതിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു യോഗേർട്ട് നമ്മുടെ മാംഗോ യോഗേർട്ടൊക്കെ ആട്ടോ, നല്ല ടേസ്റ്റ് ആയിരുന്നു. ഫ്രൂട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഗ്രാനോളയും ഒക്കെ വെച്ചിട്ട് എന്തായാലും അത് നന്നായിട്ട് അടിപൊളിയായിട്ട് കഴിച്ചു. അങ്ങനെയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഗേറ്റ് കണ്ടുപിടിച്ച് നമ്മുടെ ഗേറ്റിൻ്റെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ ബോർഡിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ നമ്പർ വിളിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ എന്താ പറയുക, ബോർഡിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ഫ്ലൈറ്റിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ്. എത്രയൊക്കെ പറഞ്ഞാലും എനിക്ക് ഈ ഒരു ഫ്ലൈറ്റ് ജേർണിയൊക്കെ ഭയങ്കര പേടിയുള്ള കാര്യം കേട്ടോ. പ്രത്യേകിച്ച് ഈ ഒറ്റയ്ക്ക് പോകുമ്പോൾ ഞാൻ സാധാരണ ഒറ്റയ്ക്ക് ഒരു പ്രാവശ്യം ഞാൻ പോയിട്ടുള്ളൂ എൻ്റെ നാട്ടിൽ എല്ലാവർക്കും സർപ്രൈസ് കൊടുക്കാൻ. പിന്നെ ഇത് ആദ്യമായിട്ടാണ് പിന്നെ പോകുന്നത്. അല്ലാതെ പോകുമ്പോഴൊക്കെ ഇച്ചായി കൂടെ ഉണ്ടാകും. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ച് ഫ്ലൈറ്റിൽ കയറി നമ്മൾ സേഫ്ലി ടേക്ക് ഓഫ് ഒക്കെ ചെയ്തു. അങ്ങനെ നമുക്ക് ഫുഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ചിക്കനും മാഷും വെജിറ്റബിൾസും പിന്നെ ഒരു എന്താ പറയുക, ഒരു സാലഡ് ഉണ്ടായിരുന്നു, ബണ്ണുണ്ടായിരുന്നു, ആപ്പിൾ ജ്യൂസ്, അത് മെയിൻ. പിന്നെ പുഡിംഗ് ആയിട്ട് നമുക്കൊരു ചീസ് കേക്ക് ആയിരുന്നു. അതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, ഭയങ്കര പുളിയായിരുന്നു. ഞാനിപ്പോൾ ഈ വീഡിയോയ്ക്കൊക്കെ റെക്കോർഡ് എടുക്കുന്നത് എൻ്റെ വീട്ടിലാട്ടോ. ഞാൻ 3 ദിവസം മുമ്പ് ഇവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ റെക്കോർഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറേ കൊച്ചുങ്ങളുടെ കരച്ചിലും ചിരിയും ബഹളവും ഒക്കെ കേൾക്കാം. കാരണം എൻ്റെ ചേട്ടന്മാരുടെ പിള്ളേർ ഇവിടെ ഉണ്ട്. അതിൻ്റേതായിട്ടുള്ളൊരു മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് ആസ്വദിക്കാം. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ നല്ലതായിട്ട് എൻജോയ് ചെയ്ത് കഴിച്ചു. അതിൻ്റെ കൂടെ നമ്മൾ ഫിലിം കണ്ടിട്ടുണ്ടായിരുന്നു, പ്രേമലു ആയിരുന്നു. പിന്നെ എനിക്ക് ഓൾറെഡി ടെലിഗ്രാമിൽ കുറച്ച് സീരീസും മൂവീസും ഒക്കെ ഡൗൺലോഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇരുന്ന് ഞാൻ കുറേ നേരം കണ്ടു. എനിക്ക് ഉറങ്ങാൻ ഒട്ടും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം നെക്ക് പില്ലോ ഞാൻ എടുത്തിട്ടും ഇല്ലായിരുന്നു. എനിക്ക് കിടക്കാനാണെങ്കിൽ ഒട്ടും സുഖവും കിട്ടിയില്ല. അങ്ങനെ ഉറക്കമൊക്കെ കണക്കായിരുന്നു. ഈ 6 മണിക്കൂർ ഞാൻ അതിലൊരു അരമണിക്കൂറോ എല്ലാം ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ഉറങ്ങി, അത്രയേ ഉള്ളൂ. പിന്നെ ഒരു സ്നാക്ക് വന്നിട്ടുണ്ടായിരുന്നു, ഒരു പിസ്സ. ഭയങ്കര ഹാർഡായിരുന്നു, ഭയങ്കര പുളിയായിരുന്നു. ആ ജ്യൂസ് കുടിച്ചപ്പോൾ ഒരു ആശ്വാസം, അങ്ങനെ ഒരു ഫീലായിരുന്നു. എന്നാലും അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ചെറുതായിട്ടൊന്ന് മയങ്ങാനൊക്കെ ശ്രമിച്ചു കേട്ടോ. ഒന്ന് ചെറുതായിട്ട് ഉറങ്ങി വന്നപ്പോഴത്തേക്കും നമ്മുടെ ക്യാപ്റ്റൻ പറഞ്ഞു നമ്മൾ സൂൺ അബുദാബിയിൽ ലാൻഡ് ചെയ്യുന്നുള്ളത്. നമ്മളങ്ങനെ സേഫ്ലി അബുദാബിയിൽ ലാൻഡ് ചെയ്തു. അത് നമ്മൾ ഗേറ്റ് നമ്പർ നമുക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് 3 hours ലേ ഓവർ ആയിരുന്നു. അതുപോലെ നമുക്ക് അവിടെ പിന്നെ സെക്യൂരിറ്റി ചെക്കിങ് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഡയറക്റ്റ് നമുക്ക് എയർപോർട്ടിലേക്ക് കയറാൻ പറ്റുമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കുറേ അങ്ങനെ പറയുന്നുണ്ട്, സോറി നമ്മളങ്ങനെ കറങ്ങി എനിക്കങ്ങനെ മാറത്തില്ല ഗൈസ്. അപ്പോൾ നമ്മൾ കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു. അപ്പോഴത്തേക്ക് എൻ്റെ ബോർഡിങ്ങിന് ടൈം ആയിട്ടുണ്ടായിരുന്നു. കാലിക്കറ്റിലേക്കുള്ള അനുവിന് 7 hours ലേ ഓവർ ആയിരുന്നു കേട്ടോ, കൊച്ചിയിലോട്ട്. അങ്ങനെ ഞാൻ അവളോട് ചാച്ച ബബായ് ഒക്കെ പറഞ്ഞ് എന്നെ നെക്സ്റ്റ് ഫ്ലൈറ്റ് എയർ അറേബ്യ ആയിട്ടാണ്. അങ്ങനെ നമ്മൾ സേഫ്ലി എയർ അറേബ്യയിലിരുന്നു. സേഫ്ലി നമ്മൾ ടേക്ക് ഓഫ് ചെയ്തു. ഈ ഒരു സീൻ
ഭയങ്കര രസമാണ് ഈ ലൈറ്റും കാര്യങ്ങളും. എനിക്ക് ഇതൊക്കെ കാണാൻ ഇഷ്ടമാണ്, പക്ഷേ സ്റ്റിൽ എൻ്റെ മനസ്സിലൊരു പേടി കാണും. ഭയങ്കര പേടിയാണ് എനിക്കിങ്ങനെ ഫ്ലൈറ്റിൽ എന്നല്ല ഒറ്റയ്ക്കൊക്കെ പ്രത്യേകിച്ച് പോകുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. അങ്ങനെ ചെറുതായിട്ടൊന്ന് കിടന്നുറങ്ങാൻ നോക്കിയെങ്കിലും അങ്ങനെ ഇങ്ങനെ ഉറങ്ങും, പിന്നെ എണീക്കും, അങ്ങനെയായിരുന്നു. ഫുഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ചിക്കൻ ബിരിയാണി ആയിരുന്നു. നമ്മുടെ നാട്ടിലത്തെ ഒരു ചിക്കൻ ബിരിയാണീൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മളങ്ങനെ സേഫ്ലി കാലിക്കറ്റ് ലാൻഡ് ചെയ്തു. എൻ്റെ ഇളയ ചേട്ടനും ചേട്ടൻ്റെ ഫ്രണ്ടും ആട്ടോ എന്നെ കൊണ്ടുവരാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എയർപോർട്ടിന് നേരെ പോകുന്നത് എൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും സർപ്രൈസ് കൊടുക്കാനാട്ടോ. അപ്പോൾ പപ്പേനെ ഞങ്ങൾക്ക് വഴിയിൽ നിന്ന് തന്നെ കിട്ടി. ഏത് പിള്ളേര് മിന്നുങ്ങേ പാതിര കണ്ണുള്ള കുഞ്ഞേ മിന്നുങ്ങേ പാതിര കണ്ണുള്ള കുഞ്ഞേ കൂരിരുൾ കാട്ടിൽ നിന്നമ്മയുണ്ടോ. വീട്ടിലുള്ള എല്ലാവർക്കും സർപ്രൈസ് കൊടുത്തു. ഇതെൻ്റെ കസിൻസ് ആട്ടോ, അലുമയും അലീനയും. ഇവർ പള്ളി കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നെ കണ്ടു, അവിടെ സർപ്രൈസായി. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ സ്കൂട്ടിയിൽ എന്ത് ചെയ്തു, എൻ്റെ കുടുംബക്കാർക്ക് എല്ലാവർക്കും സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോവാണ്. ഇത് അമൽ, ഇവരുടെ ചേട്ടനാട്ടോ. ഇവൻ്റെ എക്സ്പ്രഷൻ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇവനും സർപ്രൈസൊക്കെ കൊടുത്ത് ഞങ്ങൾ നേരെ പോകുന്നു എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത്. നമ്മൾ ആരെയെ കാണാൻ പോകുന്നത്? ഷിജിയുടെ പമ്പിയുടെ ചേട്ടൻ എക്സ്പ്രഷൻ കാണാൻ പോകുന്നത്. റിലേറ്റീവ്സിന്റെ എക്സ്പ്രഷൻ കാണുന്നുള്ള യാത്രയിലെ എപ്പിസോഡ് 2 അല്ല എല്ലാം കൂടെ ഒന്നിൽ ഒപ്പിക്കണം. അങ്ങനെയല്ല, ഓരോ പ്രസൻസ് അല്ലേ അങ്ങനെയൊക്കെ പറയും. നിന്നച്ഛനുണ്ടോ കൂരിരുൾ കാട്ടിൽ നിന്നമ്മയുണ്ടോ അക്കരെ കുന്നിൽ നിന്നച്ഛനുണ്ടോ കണ്ണുനീർ പുഴവക്കിൽ നിന്നെ തനിച്ചാക്കി പോയവരാണ്. മിന്നും നക്ഷത്ര പെണ്ണെ അവിടെ അലമരിക്കാത്ത സാധനം ഈ ഫോൺ നോക്കുമ്പോൾ രസമില്ലേ? ജോയില് തന്നതാ. വൈകുന്നേരം പോകുമ്പോൾ കൊടുക്കണം. ഐഫോണാണ്, ഫോട്ടോ എടുത്തോന്ന് പറഞ്ഞു കൊണ്ടത്. ജോയലില് പറഞ്ഞു ജോയലില് പോണെന്ന് പറഞ്ഞു.
അങ്ങനെ സർപ്രൈസ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി. എനിക്ക് നല്ല പനിയും നീരിറക്കും തൊണ്ടവേദനയും സൗണ്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് ചക്കയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല പഴുത്ത ചക്ക. കുറേ നാളായി, എനിക്കൊന്ന് വർഷമായും തോന്നുന്നു ഞാൻ ചക്കയൊക്കെ കഴിച്ചിട്ട് പഴുത്തത്. അങ്ങനെ ചക്കയൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ പോകുന്നത് ചെറിയൊരു ഷോപ്പിങ്ങിനാണ്. ഈ ചായൻ്റെ പപ്പേൻ്റെയും മമ്മീൻ്റെയും വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു കേട്ടോ, ഏപ്രിൽ 19 ഞാൻ വന്ന അന്ന്. അപ്പം ഞാൻ അവർക്കൊരു ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ മേടിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. പപ്പ വന്നിട്ടുണ്ടായിരുന്നില്ല, മമ്മീനെ കൂട്ടിയിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് അന്ന് രാത്രി ഞങ്ങൾ ഫാമിലി എല്ലാവരും കൂടി പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ചു, കേക്കൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ ലൈഫിൽ ആദ്യമായിട്ടാണ് അവരിങ്ങനെ ആനിവേഴ്സറി ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അവരും മിസ് ചെയ്തു ഇച്ചായനെ, ഇച്ചായും ഒരുപാട് മിസ് ചെയ്തു. നമ്മളങ്ങനെ സർപ്രൈസ് ആയിട്ട് അവർക്ക് കേക്കൊക്കെ ഓർഡർ ചെയ്തു. പിന്നെ ഫുഡൊക്കെ നമ്മൾ കഴിക്കാൻ പോയ റെസ്റ്റോറൻറ്റ് വെച്ചിട്ടാട്ടോ കേക്ക് കട്ട് ചെയ്ത് ഇച്ചായനെ വീഡിയോ കോൾ ചെയ്തു. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് ഇച്ചായ വിളിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ കോൾ. അങ്ങനെ രണ്ടുപേരും കൂടി അവിടെ മോനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവരുടെ ലൈഫിൽ ഇന്നേ വരെ ഇവരുടെ വെഡിങ് ആനിവേഴ്സറി ഒന്നും ഇങ്ങനെ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ അതിൽ ഭയങ്കര ഹാപ്പി ആയിട്ടോ. അതിപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും ആയിക്കോട്ടെ, ഇച്ചാൻ്റെ അച്ഛനും അമ്മയും ആയിക്കോട്ടെ, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളുടെ അപ്പൻ്റെ അമ്മേൻ്റെ സന്തോഷം ഇതേപോലെ കാണാനും ഇതിങ്ങനെ തന്നെ നിലനിൽക്കാനും. കാരണം ഇവരുടെ ലൈഫിൽ ഇങ്ങനെയൊന്നും ഇവർ ആഘോഷിച്ചിട്ടേ ഇല്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ഇവർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഇവർക്ക് ഉണ്ടാകുന്ന ആ ഒരു സന്തോഷവും ഇതൊക്കെ ഉണ്ടാവുമല്ലോ, അത് കാണുമ്പോൾ നമ്മൾ തന്നെ ഭയങ്കര പ്രൗഡ്ലി ഹാപ്പി ആട്ടോ. അങ്ങനെ നമ്മൾ ചെറിയൊരു ആഘോഷമൊക്കെ ഉണ്ടായിരുന്നു. ഇച്ചായ ഇല്ലാത്തതിൻ്റെ വിഷമം എല്ലാവർക്കും ഉണ്ടായിരുന്നു. പപ്പ ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു ചെറുക്കനില്ലാത്തതിൻ്റെ വിഷമം. എന്നാലും നെക്സ്റ്റ് ടൈമിൽ ദൈവം സഹായിച്ച് എല്ലാവർക്കും ഇതേപോലെ ഹാപ്പി ആയിട്ട് കൂടാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെയാണ്. ഇതാണ് എൻ്റെ ഫാമിലി, ഇതാണ് എൻ്റെ ലോകം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വേഗം കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ, സീ യു.